ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഫി വെച്ചിട്ടുള്ള ഒരു സോപ്പാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ്. അതുപോലെ സ്കിൻ നല്ല ലൈറ്റൻ ആവാനും സ്കിന്ന് നല്ല ക്ലിയർ ആവാനും അതുപോലെ ഓപ്പൺ പോർസ് ഒക്കെ ക്ലോസ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ബ്രൈറ്റനിങ് സോപ്പും കൂടിയാണ് ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കും. ഈ ഒരു സോപ്പ് നമ്മുടെ സ്കിന്നിന് അത്രയും ഒരു ചേഞ്ചസ് തന്നെ വരുത്തും. നല്ല ബ്രൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു സോപ്പാണ്. എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണത്. ഇതിലേക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കോഫി പൗഡർ, അതേപോലെ തന്നെ 1 ടീസ്പൂണ് റൈസ് പൗഡർ, അതായത് അരിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡറും, പിന്നെ അര ടീസ്പൂൺ അല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, അതൊരു 3 എണ്ണം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് 3 കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് റോസ് വാട്ടർ കൂടി നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിന് അത്രയും ബെനിഫിറ്റ് തരുന്നൊരു സോപ്പാണ്. ഒരു സ്ക്രബ്ബർ കൂടി ഒന്നും പറയാം. സ്ക്രബ്ബ് ചെയ്യണപ്പോൾ തന്നെ ഒരു ബെനിഫിറ്റ് ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ലൈറ്റനിങ് വരാനും അതുപോലെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ കോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മിറാക്കിൾ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. കാരണം കോഫി നമ്മുടെ സ്കിന്നിന് എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ്. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽത്തി സ്കിന്നിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് കോഫി എന്ന് പറയുന്നത്. ഈ ഒരു സോപ്പ് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നതായിക്കാരം ഈ ഒരു നമ്മുടെ സ്കിന്നിൽ തന്നെ നല്ലൊരു ചേഞ്ചസ് തന്നെ കാണാൻ പറ്റും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പ് ബേസ് അല്ല, PS-ൻ്റെ സോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. ചെറിയ കുഞ്ഞു പീസാക്കാൻ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതായി. കാരണം ഈ ഒരു PS-ൻ്റെ സോപ്പ് എടുത്ത് പിന്നെ എക്സ്ട്രാ സ്മെല്ലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് PS-ൻ്റെ സോപ്പ് എടുത്ത്. സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ PS സോപ്പ് എടുക്കാം. ദെൻ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം. ഇത് നന്നായി മെൽറ്റായതിനു ശേഷം ഈ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു സോപ്പ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് തന്നെ ഒക്കെ നമ്മളെ സ്കിൻ നല്ല ലൈറ്റൻ തോന്നിപ്പിക്കാനും അതുപോലെ ബ്രൈറ്റൻ ആവാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ സ്കിന്ന് ഓപ്പൺ പോർസ് അതുപോലെ ആക്നെ മാർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറാനൊക്കെ സഹായിക്കും. സ്കിന്ന് നല്ല ക്ലിയറായി നല്ല സ്മൂത്തായി നല്ല ബ്രൈറ്റൻ ആയിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സോപ്പും കൂടിയാണിത്. ഈ ഒരു സോപ്പിൽ പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പും കൂടിയാണ്. ഈ ഒരു മിക്സ് ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ടീസ്പൂൺ കഴിഞ്ഞ് അങ്ങനെ ഓരോ ടീസ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ഓരോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ബോയിൽ ചെയ്യാൻ വെക്കുക. ദെൻ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഒരു 1 ഡേ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാം. കാരണം ഒരു സോപ്പ് വെച്ചിട്ട് 2 സോപ്പ് വരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. കാരണം അത്രയും കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ സോപ്പ് അത്രയും കട്ടിയില്ലാണ്ട് പെട്ടെന്ന് തന്നെ എന്താ പറയുക പൊട്ടിപ്പോവും. ഒരു സോപ്പ് വെച്ചിട്ട് 2 സോപ്പ് എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. കാരണം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് ഒരു സോപ്പ് വെച്ചിട്ട് 4 സോപ്പൊക്കെ വരെ ഉണ്ടാക്കി അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ സോപ്പ് ഒന്നല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ സോപ്പ് വൈസ് ഇതിനനുസരിച്ച് കൂട്ടിയിട്ട് 4 സോപ്പൊക്കെ വരെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഈ ഒരു സോപ്പ് ഒരു ഓവർനൈറ്റ് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക. ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെക്കാവുന്നതാണ്. ഒരു 2 hours 3 hours ഒക്കെ ആകുമ്പോഴത്തേന് സെറ്റ് ആകും. പക്ഷേ ഞാനൊരു പിറ്റേ ദിവസമാണ് എടുക്കാറുള്ളത്. അപ്പോഴത്തേന് നല്ല സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു സോപ്പ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 3 വീക്ക് ഒരു 1 മന്തൊക്കെ വരെ ഒരു സോപ്പൊക്കെ പോകും. 2 സോപ്പൊക്കെ വെച്ചിട്ട് 2 മന്ത് വരെയൊക്കെ പോകുന്നതാണ് ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല കട്ടിക്കുണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ടൈം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ മാറാനും അതുപോലെ മുഖക്കുരു മാറാനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ കോഫിയൊക്കെ വെച്ചിട്ട് ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അതേ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ ഒരു സോപ്പ്. നമ്മളിത് ഡെയിലി ഈ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നമ്മുടെ സ്കിന്നിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. കാരണം കോഫിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത്രയും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ്. കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം. കാരണം ഇതിലുള്ളത് കോഫി പൗഡർ, ബീട്രൂട്ട് പൗഡർ, റൈസ് പൗഡർ ഒക്കെ നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് കൂടിയാണിത്.
ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതേപോലെ തന്നെ ചേർക്കുക, കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്താലാണ് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുക. ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ ചേർക്കുക, എന്നാലാണ് കറക്റ്റ് ആ ഒരു രീതിയിലുള്ള സോപ്പ് കിട്ടുള്ളൂ. മറ്റേത് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോപ്പ് പൊട്ടിപ്പോവും. ഇതാകുമ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, അത്ര പെട്ടെന്ന് പൊട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. കാരണം ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് ഒരു മിറാക്കിൾ ചേഞ്ചസ് തന്നെ കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ ചൂട് കാലത്തൊക്കെ ഈ ഒരു സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കാം. കാരണം നമ്മളെ മുഖത്ത് സൺ ടാനൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സോപ്പ് ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടി കിട്ടുന്നതുകൊണ്ട് തന്നെ അത്രയും റിസൾട്ട് ആയിരിക്കും. കാരണം നമ്മൾ മുഖത്ത് സൺ ടാൻ മാറാൻ എല്ലാവിധ പാടുകളൊക്കെ മാറാൻ സഹായിക്കുന്ന സോപ്പാണ് ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞാൽ.